റെജി ലൂക്കോസ്. നോക്കൂ, ഇതിപ്പോൾ മറ്റ് ഏജൻസികളുടെയും കൂടി പരിശോധനയ്ക്ക് വിധേയമാകും. കാരണം 2,70,00,000 രൂപ അവിഹിതമായി കൈപ്പറ്റി എന്നുള്ളത് കമ്പനികാര്യ മന്ത്രാലയം കൈപ്പറ്റിയാൽ പിന്നെ ആ പണത്തിന്റെ ഉപയോഗം തുടങ്ങിയ സാധ്യതകളിലേക്ക് പോകേണ്ടി വരും. എന്ന് മാത്രമല്ല, ഈ കമ്പനി 182 കോടി രൂപ ബ്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് കമ്പനികാര്യ മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആർക്കൊക്കെ കിട്ടി, എങ്ങനെയൊക്കെ, എങ്ങോട്ടൊക്കെ പോയി തുടങ്ങിയ കാര്യങ്ങൾ വേറെ ഏജൻസികൾ അന്വേഷിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ കേരള രാഷ്ട്രീയം ഒന്നുകൂടി അങ്ങ് കുഴഞ്ഞു മറിയാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതിന് മുമ്പായിട്ട് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിലൂടെ LDF സർക്കാരിനാണ് ലക്ഷ്യം വെക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴല്ലേ ഈ KMRL കരാനുമതി കൊടുത്തത്? കേരളത്തിൽ ആരെങ്കിലും വിശ്വസിക്കൂ AK ആന്റണി കൈപ്പിൽ വാങ്ങിച്ചത്, കോടികൾ വാങ്ങിച്ചതുകൊണ്ട് സ്വാധീനിക്കാനാണെന്നുണ്ടെങ്കിൽ? നിങ്ങൾ പറയൂ. 2016 ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഇറങ്ങിയപ്പോൾ ഇവരുമായിട്ടുള്ള ഇവർക്ക് ഇതുവരെ ആ അനുമതി പുതുക്കി നൽകിയിട്ടില്ല. അത് അഭിലാഷ് മറന്നു പോലും. നമ്മൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. അല്ല, അതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ പുതുക്കി നൽകിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ 2019 കേന്ദ്ര സർക്കാർ പൊതുമേഖലയിൽ മതി ഖനനം എന്നൊരു തീരുമാനം എടുത്തതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് പുതുക്കി നൽകാൻ കഴിയുമായിരുന്നില്ല. 2017 വ്യവസായ നയത്തിൽ ചില വിട്ടുവീഴ്ചകൾ സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ 2019 ആ നയം, കേന്ദ്ര സർക്കാരിന്റെ നയം വന്നില്ലായിരുന്നെങ്കിൽ പുതുക്കി കൊടുക്കപ്പെടുമായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. അതെങ്ങനെ നിങ്ങളിങ്ങനെ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞത് എങ്ങനെയാ? നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞതിന് മറുപടി പറയൂ. AK ആന്റണി സർക്കാർ കൈക്കൂലി കോടികൾ വാങ്ങിയിട്ടാണോ ഈ KMRL ആദ്യമായിട്ട് അനുമതി കൊടുത്തത്? അന്നത്തെ വ്യവസായ മന്ത്രിയുടെയൊക്കെ പേര് ചുരുക്കപ്പേരായിട്ടുണ്ടല്ലോ ഈ പറഞ്ഞ CMRL ഫയൽസിൽ. ആയിരിക്കാം, അല്ലാതെ ഞാൻ എങ്ങനെ പറയും? അല്ല, ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫേവർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ മകളെ ഇപ്പോൾ ഈ കേസിന്റെ പേരിൽ സ്വതന്ത്ര വ്യക്തിത്വമായ എല്ലാ പൗരാവകാശമുള്ള ഒരു വനിതാ സംരംഭകയെ കഴിഞ്ഞ കുറെ നാളുകളുടെ അനാവശ്യമായിട്ട് അവരെ വ്യക്തിഗത നടത്തുകയും സ്വഭാവത്തിൽ നടത്തുന്ന ചർച്ചകളെല്ലാം പോകുന്നത് എന്തുകൊണ്ടാണ്? അത് പിൻ പോയിന്റ് ചെയ്യുന്ന മുഖ്യമന്ത്രിയിലേക്ക്, ഇടതുപക്ഷ സർക്കാരിലേക്കല്ല. അതുകൊണ്ടാണ് ഞാൻ പ്രസക്തമായ ചോദ്യം ചോദിച്ചത്. AK ആന്റണി കാശ് വാങ്ങിച്ചിട്ടാണോ? ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല. ആന്റണി സാറിനെ കുറിച്ച് അങ്ങനെ അഭിപ്രായം ഞങ്ങൾക്കില്ല. അപ്പൊ നിങ്ങൾ മകന്റെ പേരില് ഒരാരോപണമില്ല സാർ. AK ആന്റണിയുടെ മകന്റെ പേര് ഏതെങ്കിലും ആരോപണമുണ്ടോ? വീണ വിജയന്റെ പേരിൽ ആരോപണം. സംസാരിക്കുമ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന്റെ കാലത്തെ വ്യവസായ മന്ത്രിമാരുടെ പേരുകൾ ആരോപണങ്ങളെ കുറിച്ച് AK ആന്റണിയുടെ കാലത്തെയും ഉമ്മൻചാണ്ടിയുടെ കാലത്തെയും ഒക്കെ മകനെ കുറിച്ചുള്ള കോടികളുടെ അല്ല, ശ്രീ റെജി ലൂക്കോസ്, ഇത് വ്യവസായ വകുപ്പിന്റെ കീഴിലാണല്ലോ. AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും വ്യവസായ മന്ത്രിമാരുടെ പേര് ഒത്തിട്ട് ചുരുക്കപ്പേരായിട്ട് ഈ CMRL ഫയൽസിൽ ഉണ്ടല്ലോ. അല്ല അഭിലാഷ്, ഞാനൊരാളല്ലേ സംസാരിക്കാൻ. താങ്കൾ പറഞ്ഞതിനൊരു മറുപടി പറഞ്ഞ. അല്ല, അത് മനസ്സിലായി. പ്രിന്റു മഹാദേവ് ഞാൻ സംസാരിക്കും ഏറ്റുപിടിക്കും. എന്തുകൊണ്ടാ? 3 നഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ. അവർ എത്ര വരെ വെള്ളം കോശിയിട്ടുണ്ട്? 40 കോടി രൂപയുടെ കൊടകര കള്ളപ്പണ കേസ് ED ഏറ്റെടുത്ത് അതിനെ വെള്ളം പൂശി കൊടുത്തില്ലേ? കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വസിക്കുമോ അതിനകത്ത് BJP കാശ് വാങ്ങിച്ചില്ല എന്നുള്ളത്? എത്രയോ പേരെ ശതകോടീശ്വരന്മാരെ അവർ വെളുപ്പിച്ചു. ഇപ്പോഴത്തെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രി, മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി, ഇവരെല്ലാവരും 50,000 കോടി രൂപയുടെ മേൽ കൈപ്പിന് വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ BJP എത്ര തവണ സമരം നടത്തിയിട്ടുണ്ട്? നിങ്ങൾ പറയൂ. നിങ്ങൾ ഇവിടെ സംസാരിക്കേ, ആ വിഷയം നമ്മൾ സംസാരിച്ചതാണ്. ശരി, നിങ്ങൾ ഇനി വേണമെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് ഗുജറാത്തോ ബാബരി മസ്ജിദ് അതും കൂടി കൂട്ടിച്ചേർത്ത് അത് പ്രിന്റും അല്ലോ തീരുമാനിക്കണം. ഞാൻ എന്താ സംസാരിക്കുന്നുള്ളൂ. ഞാനിവിടെ അത്യാവശ്യം ഇതൊക്കെ പഠിച്ചിട്ട് തന്നെ സംസാരിക്കണം. അതുകൊണ്ടാണ് ചർച്ച വിളിച്ചത്. പ്രിന്റും ഒരു മറുപടിയില്ല ഇക്കാര്യത്തിൽ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ, ഒറ്റ കാര്യം. ഇതിന്റെ ടൈമിങ് ഇപ്പൊ ഇവിടെ ഷോൺ ജോർജും പിന്നെ അതുപോലെ തന്നെ പ്രിന്റു മഹാദേവും പറഞ്ഞു ഡൽഹി ഹൈക്കോടതിയാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഡൽഹി ഹൈക്കോടതിയാണ് ഡിസംബർ 24-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയുടെ അടിയന്തരമായിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ SFIയോട് പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ നാടകമെന്ന് പറയല്ലേ? വിവരക്കേട് പറയല്ലേ റെജി ലൂക്കോസേ? നിങ്ങളൊരു കോമൺ സെൻസ് സംസാരിക്കും. അതിന് ഈ രാജ്യത്തെ പ്രതിപക്ഷം നിങ്ങൾക്ക് മറുപടി 14 മാസം കൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡൽഹി കോടതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അവസാന 3 മാസത്തിനകം ഡൽഹി കോടതി ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞത് SFIയോട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇന്ന് കോടതിയിൽ വെച്ചിട്ടുള്ളത്. നിങ്ങൾ SFIയുടെ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി ഈ കർത്തയടക്കം വീണ്ടും അന്വേഷണ കമ്മീഷൻ ഡൽഹി കോടതി സമീപിച്ചു. രണ്ടുപേരോടും സംസാരിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. അത് ത്രൂ ബാങ്ക് നിങ്ങളെ പോലെ കുഴൽപ്പണം കൊണ്ടോണ്ട് പോയാറല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ നേരിടെ നിങ്ങൾ പറഞ്ഞു ഷോൺ ജോർജ് പറഞ്ഞു ഇനി അന്വേഷണം അത് വരും.
കാരണം ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷമേ ഉള്ളൂ. ശരി, ശരി. നിങ്ങൾ വരുത്തിയില്ലേ കോടാനുകോടികൾ കുംഭകോണം നടത്തി സ്വർണ്ണക്കടത്ത് പറയുന്നത് നിങ്ങളുടെ കസ്റ്റംസ് ഉത്തരവാദിയായത് ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മേൽ നിങ്ങൾ ചാർത്തിയില്ലേ? ഇത് എന്ത് ചെയ്യാൻ പറ്റും? അവസാനം കോടതി 3 പ്രാവശ്യം താക്കീത് കൊടുത്തു. ശരി, ഓക്കെ. ചെറിയ കുറ്റപത്രത്തിൽ പോലും ശരി, അങ്ങനെ ഏജൻസികൾ വരുന്നു എന്നുള്ളതാണ് എന്തായാലും റെജി ലൂക്കോസിന്റെ പരാതി. ഓക്കെ, ശരി, ആ വാദം എടുത്തു. വേറൊടുക്കാൻ വേണ്ടിട്ട് ശരി, ശരി. നാടകങ്ങൾക്ക് തിരിച്ചടിയാണ്. അതാണ് എന്റെ സത്യാവസ്ഥ. ശരി, എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകാന്നുള്ള ശ്രമം നിങ്ങളെ ജനം സംശയിക്കത്തേ ഉള്ളൂ. ഒരു കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ BJP AKND മന്ത്രിസഭയ്ക്കെതിരെ ഒരു അക്ഷരം പോലും ഉണ്ടാത്തത്? അത് കോൺഗ്രസും BJPയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? ശരി, ഓക്കെ, ഓക്കെ. നമുക്ക് ഓരോരോ വാദങ്ങളായിട്ട് എടുക്കാം ശ്രീ റെജി ലൂക്കോസ്, ഓരോരോ വാദങ്ങളായിട്ട് എടുക്കാം. ഇതിലൊക്കെ മറുപടി പറയൂ. ഇത് നമ്മൾ വിഷയം സംസാരിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പൊതുവെ സംസാരിക്കാം. ശരി, മറ്റു വാദങ്ങളിലേക്ക് വരാം, ഞാൻ വരാം. ശ്രീ അല്ല, ഞങ്ങൾക്കൊരു വാദം ഉന്നയിക്കാൻ മേലെ? അല്ല, ഉന്നയിച്ചോളൂ, ഞാൻ അതിലേക്ക് വരാം. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നതല്ലേ ഉചിതം. അനുമതി കൊടുത്തത് കോൺഗ്രസ് സർക്കാരാ. ഞങ്ങളുടെ സർക്കാർ ഇതുവരെ ഒരു അനുമതിയും കൊടുത്തിട്ടില്ല. ശരി, 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 ഞാൻ അതിലേക്ക് വരാം.